ഡിസ്കസ് അബൌട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്. ഇത് നമ്മുടെ തേർഡ് മൊഡ്യൂളാണ്, മൊഡ്യൂൾ 3 ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്. നമ്മളിപ്പോൾ ഇൻ്റഗ്രൽസ് പഠിച്ചു, ഡബിൾ ഇൻ്റഗ്രൽസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസുകളും നമ്മൾ കുറേയൊക്കെ പഠിച്ചു. അപ്പോൾ ഓരോ ഇൻ്റഗ്രൽസ് പഠിച്ചപ്പോഴും നമ്മൾ ഓരോ തിയറം, മെയിൻ ആയിട്ടുള്ള ഒന്ന് ഗ്രീൻസ് തിയറം, പിന്നെ സ്റ്റോക്സ് തിയറം, ട്രിപ്പിൾ ഇൻ്റഗ്രലിലും ഒരു തിയറം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക്, അത് ഡബിൾ ഇൻ്റഗ്രൽ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അതിന് എങ്ങനെ വന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാ ഇൻ്റഗ്രൽസും ഡബിൾ ഇൻ്റഗ്രൽസും ഒക്കെ പറഞ്ഞ പോലെ റീമാൻ സം ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിന്റെ ലിമിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാം. അത് നിങ്ങൾക്ക് ഡെഫിനിഷനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻ്റഗ്രൽസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനാണ് ആവശ്യം വരിക. അപ്പോൾ എന്തായാലും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ലെറ്റ് f of x, y, z be a function defined on a closed bounded region D in space. അപ്പോൾ ഒരു സ്പേസിലെ D എന്ന് പറയുന്ന ഒരു റീജിയൻ എടുക്കുകയാണ്. ആ റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അത് D എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ ആണ്. അപ്പൊ ആ D എന്ന് പറഞ്ഞ റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് f of x, y, z. ഇനി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് f ഓവർ d ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. Then the triple integral of f over d may be defined in the following way. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, we partition a rectangular box-like region containing d into rectangular cells by planes parallel to the coordinate planes. എന്ന് വെച്ചാൽ നമ്മൾ ആ d എന്ന് പറയുന്ന റീജിയനിലെ അതൊരു റെക്ടാങ്കുലർ ബോക്സ് റീജിയൻ ആക്കി എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. അപ്പൊ സ്പേസിലുള്ള ഒരു റീജിയൻ ആകുമ്പോൾ അതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ റെക്ടാങ്കുലർ സെൽസ് ആയിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. പ്ലെയിൻ കൊണ്ടാണ് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്താലും പ്ലെയിൻ കൊണ്ടാണ്. നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിന്റെ കേസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ കട്ട് ചെയ്യുന്നത്, ലൈൻ കൊണ്ടായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെക്ടാങ്കുലർ സെൽസ് കിട്ടും. അപ്പൊ നമ്മൾ ഈ റെക്ടാങ്കുലർ സെൽസിനെ നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ 1 to n വരെ ജസ്റ്റ് നമ്പർ ചെയ്തെന്ന് വിചാരിക്കാം. എന്നിട്ട് അതിലൊരു കേത്ത് സെൽ എടുക്കാം. ഒരു കേത്ത് സെല്ല്, ജനറൽ ആയിട്ട് ഒരു കേത്ത് സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് കെ ബൈ ഡെൽറ്റ വൈ കെ ബൈ ഡെൽറ്റ ഇസഡ് കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിന്റെ വോളിയം ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ 2 ഡയമെൻഷനിൽ പറയുമ്പോൾ, ഡബിൾ ഇൻ്റഗ്രലിന്റെ കേസിൽ പറയുമ്പോൾ അവിടെ ഏരിയ ആയിരുന്നു. ഇവിടെ നമുക്ക് വോളിയമാണ്, സ്പേസിലുള്ളതായതുകൊണ്ട് വോളിയമാണ്. ദെൻ ഇറ്റ്സ് വോളിയം ഡെൽറ്റ വി കെ ഈക്വൽ ടു ഡെൽറ്റ എക്സ് കെ ഇൻറ്റു ഡെൽറ്റ വൈ കെ ഇൻറ്റു ഡെൽറ്റ സെഡ് കെ. ഇതാണ് വോളിയം വരിക, ആ സെല്ലിന്റെ വോളിയം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ സെല്ലിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. എക്സ് കെ വൈ കെ സെഡ് കെ എന്ന് പറഞ്ഞ പോയിന്റ് ഓരോ സെല്ലിലും നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എസ് എൻ എന്ന് പറയുന്നത് ഈ സമ്മ് ഫോം ചെയ്യുക. എസ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഡെൽറ്റ വി കെ. ഇതാണ് നമ്മുടെ റീമാൻ സം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു വി കെക്ക് പകരം ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ വൈ കെ ഡെൽറ്റ ഇസഡ് കെ കൊടുക്കും. ഞാനൊന്ന് വായിച്ചു തരാം. We partition a rectangular box-like region containing D into rectangular cells by planes parallel to the coordinate planes. We number the cells that lie inside D from 1 to n in some order. Let the dimension of kth cell be delta xk by delta yk by delta zk. Then its volume delta vk equal to delta xk into delta yk into delta zk. We choose a point xk yk zk in each cell and form the sum Sn equal to sigma k equal to 1 to n f of xk yk zk into delta vk, which is equal to
സിഗ്മ കെ ഈക്വൽ ടു 1 to n f of x k y k z k into delta x k delta y k delta z k. So the sum is called a Riemann sum. Riemann sum എന്ന് പറയുന്നത് ഈ സമ്മിനെയാണ് നമ്മൾ റീമാൻ സം ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ റീമാൻ സമ്മിന്റെ ലിമിറ്റ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ. ഈ റീമാൻ സമ്മിന്റെ ലിമിറ്റ് ആണ് ട്രിപ്പിൾ ഇന്റഗ്രൽ. അപ്പൊ നമ്മുടെ ആ എസ് എൻ എന്ന് പറയുന്ന ആ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയാ, എസ് എന്നെ നമ്മൾ റീമാൻ സം എന്ന് പറയും. റീമാൻ സം എന്ന് പറയും. ഇനി നമ്മൾ നോക്കുന്നത് എഫ് എന്ന് പറയുന്നത്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ബൗണ്ടിങ് സർഫേസ് ഡി എന്ന് പറയുന്നതാണ് ബൗണ്ടിങ് സർഫേസ് ഡി ഈസ് മെയ്ഡ് ഓഫ് സ്മൂത്ത് സർഫേസസ് ജോയിൻഡ് അലോങ് കണ്ടിന്യൂസ് കർവ്സ് ആണെങ്കിൽ, ഈ സർഫേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് കർവുകളുടെ സ്മൂത്ത് സർഫേസുകൾ കൊണ്ടാണെങ്കിൽ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സെല്ലുകളുടെ എണ്ണം നമ്മള് സെല്ലുകളുടെ എണ്ണം ഒത്തിരി കൂട്ടുക. അപ്പൊ n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോ ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ വൈ കെ ആൻഡ് ഡെൽറ്റ സെഡ് കെ എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു 0 ഇൻഡിപെൻഡന്റ്ലി, ഓരോന്നും അപ്രോച്ചസ് ടു 0. അത് സം എസ് എൻ അപ്രോച്ച് എ ലിമിറ്റ്. അപ്പൊ എസ് എൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പൊ ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ വൈ കെ ഡെൽറ്റ സെഡ് കെ ഒക്കെ അപ്രോച്ചസ് ടു 0 ആവും. അപ്പോൾ എസ് എൻ എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ ലിമിറ്റ്, അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫ് ഇന്റഗ്രബിൾ ഓവർ ഡി ആണെന്ന്. അപ്പൊ ആ ലിമിറ്റിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓവർ ഡി എന്ന് പറയാം. അപ്പൊ ആ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. Equal to limit n tends to infinity Sn, which is equal to limit n tends to infinity sigma k equal to 1 to n f of x k y k z k into delta v k, അല്ലെങ്കിൽ ഇതിനെ ഡി വിനെ നമുക്ക് മാറ്റി എഴുതാം. or triple integral over d f of x y z dv ക്ക് പകരം dx dy dz is equal to ഇത് തന്നെ, which is equal to limit n tends to infinity sigma k equal to 1 to n f of x k y k z k into ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ വൈ കെ ഡെൽറ്റ സെഡ് കെ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ല ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ എപ്പോഴും കാണാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഉള്ളിലുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ അടുത്തത് ഒരു 3 വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമ്മളിനി ട്രിപ്പിൾ ഇന്റഗ്രലിലെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡബിൾ ഇന്റഗ്രലിനും സിംഗിൾ ഇന്റഗ്രൽസിനും ഒക്കെ പ്രോപ്പർട്ടികൾ ഉള്ളത് പോലെ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രലിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. F equal to f of x y z and g equal to g of x y z are continuous. F ഉം g യും കണ്ടിന്യൂസ് ആണെങ്കിൽ ഫസ്റ്റത്തെ റൂൾ ഇതാണ്, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂള്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി കെ ഇൻറ്റു എഫ് ഡി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കെ ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി
എഫ് ഡി വി ആയിരിക്കും ഫോർ എനി നമ്പർ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി സം ആൻഡ് ഡിഫറൻസ്. സം റൂളും ഡിഫറൻസ് റൂളും. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് പ്ലസ് അല്ലെങ്കിൽ എഫ് മൈനസ് ജി ഡി വി എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഡി വി പ്ലസ് ഓർ മൈനസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ജി ഡി വി ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി അഡിറ്റിവിറ്റി. ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. അതില് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഡി വിന്, അപ്പൊ ഡി എന്ന് പറയുന്ന റീജിയൻ യൂണിയൻ ഓഫ് റീജിയൻസ് D1 ആൻഡ് D2 ആണ്. അപ്പൊ D1 D2 നോൺ ഓവർലാപ്പിംഗ് ആണ്, എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ഒന്നും ഇല്ല, ഓവർലാപ്പ് ചെയ്യാത്ത രണ്ട് റീജിയൻ ആണ് D1 D2. D1ന്റെയും D2ന്റെയും യൂണിയൻ ആണ് ഡി എങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡി വിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ D1 എഫ് ഡി വി പ്ലസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ D2 എഫ് ഡി വി എന്ന് എഴുതാം. വേർ the region D is the union of non-overlapping regions D1 and D2. ഇന്റർസെക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യാത്ത രണ്ട് റീജിയന്റെ യൂണിയൻ ആണ് ഡി എങ്കിൽ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഡി വിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ അടുത്തത് ഇവാലുവേഷൻ ഓഫ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ബൈ ഐട്രേറ്റഡ് ഇന്റഗ്രൽസ്. നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ രണ്ട് തരത്തിലേ മാറി വരുള്ളായിരുന്നു. ഒന്നെങ്കിൽ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തതിനു ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. പക്ഷെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിലാവുമ്പോൾ അവിടെ നമുക്ക് 6 പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ 6 പോസിബിലിറ്റീസിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മളെ ലിമിറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ അത് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു മെത്തേഡായിട്ട് ഇവിടെ പറയാണ്. നമ്മുടെ ഡി എന്ന് പറയുന്ന റീജിയൻ, ഇഫ് ദ റീജിയൻ ഡി ഈസ് ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ്സ് സെഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് f1 ഓഫ് എക്സ് വൈ തൊട്ട് f2 ഓഫ് എക്സ് വൈ വരെയാണ് വിചാരിക്കുക സെഡ് വേരി ചെയ്യുന്നത്. അതാണ് ഡിന്റെ ഒരു ബൗണ്ടറി പറയുന്നത്. പിന്നെ അടുത്തത് എക്സും വൈയും വേരി ചെയ്യുന്നതും കൂടെ ഇതിൽ ഞാൻ പറയാം. അതൊരു റീജിയൻ ആയിട്ട് എഴുതാം. എക്സും വൈ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും, അതുപോലെ വൈ വേരി ചെയ്യുന്നത് g1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു g2 ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി ഈക്വൽ ടു, ആദ്യം നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റ് ഉള്ളത് കൊടുക്കുക, പിന്നെ ഒരു വേരിയബിൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഏതാ വൈന്റെ ആണ് അത് കൊടുക്കുക, പിന്നെ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ കൊടുക്കുക. പിന്നെ എഫ് ഓഫ് എക്സ് വൈ സെഡ്, ഇവിടെ നമ്മളിത് സെഡിന്റെ ആയിരുന്നു, അപ്പൊ ഡി സെഡ് അത് ചെയ്യുക. ഇത് വൈന്റെ ആയിരുന്നു, അപ്പൊ ഡി വൈ. ഇത് എക്സിന്റെ ആണ്, അപ്പൊ ഡി എക്സ്. ഈ ഓർഡറിൽ തന്നെ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം?
ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് അടുത്ത ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിലുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇത് നമുക്ക് ഈ ഓർഡർ എന്ന് പറയുന്നത് ഡി സെഡ് ഡി വൈ ഡി എക്സ്, അതുപോലെ ഏതൊക്കെ ഓർഡർ വരാം, ഡി ഇ സെഡ് ഡി എക്സ് ഡി വൈ ഈ ഓർഡർ വരാം, ഡി വൈ ഡി എക്സ് ഡി സെഡ് ഈ ഓർഡർ വരാം, അതുപോലെ ഡി വൈ ഡി സെഡ് ഡി എക്സ് ഈ ഓർഡർ വരാം, ഡി എക്സ് ഡി സെഡ് ഡി വൈ ഈ ഓർഡർ വരാം, ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇപ്പൊ ഈ പറഞ്ഞ ഓരോ ഓർഡറും കൂടെ കൂട്ടിയിട്ട് കേട്ടോ, ഡി സെഡ് ഡി വൈ ഡി എക്സ്. അപ്പൊ ഈ 6 ടൈപ്പില് വരാം. അത് നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സെഡിന് പകരം വൈ ആണ് 2 വേരിയബിൾ ഫംഗ്ഷനോട് ബൗണ്ട് ചെയ്തേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാ, വൈ ആണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇവിടെ ഡി വൈ ആണ് ആദ്യം വരിക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അതുപോലെ വേറൊരു ഇപ്പൊ ഈ ഡി സെഡ് ഡി വൈ ഡി എക്സ് ചെയ്ത പോലെ വേറൊരു ബൗണ്ടറി കൂടെ പറയാം. അത് വെച്ചിട്ട് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ വൈ എന്ന് പറയുന്നത്, അല്ല ആദ്യം നമുക്ക് എക്സിന്റെ കാര്യം പറയാം. എക്സ് എന്ന് പറയുന്നത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് h2 ഓഫ് വൈ സെഡ് h1 ഓഫ് വൈ സെഡ് ആയിരിക്കും. എക്സിന്റെ ബൗണ്ടറീസ് ഇതാണ്. ഇനി വൈന്റെ ബൗണ്ടറീസ് k2 ഓഫ് വൈയും k1 ഓഫ് വൈ ആണ്. അതുപോലെ സെഡിന്റെ ബൗണ്ടറീസ് അത് സെഡിന്റെ ബൗണ്ടറീസ് ആണ്. ഇനി വൈന്റെ ബൗണ്ടറീസ് ഡിയും സിയും ആണ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൗണ്ടറി റീജിയൻ എങ്കിൽ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി ഈക്വൽ ടു, ആദ്യം നമ്മൾ ഈ കോൺസ്റ്റന്റിലുള്ളതാണ് കൊടുക്കുക, ഇന്റഗ്രൽ സി ടു ഡി, പിന്നെ സിംഗിൾ വേരിയബിൾ k1 ഓഫ് വൈ ടു k2 ഓഫ് വൈ, പിന്നെ അടുത്തത് കൊടുക്കുക h1 ഓഫ് വൈ സെഡ് h2 ഓഫ് വൈ സെഡ് f ഓഫ് എക്സ് വൈ സെഡ്. പിന്നെ ഇവിടെ ആദ്യം ഏതാ ചെയ്യാം, h എന്ന് പറയുന്നത് എക്സിന്റെ ലിമിറ്റ് ആണ്, അപ്പൊ ഡി എക്സ്. ഇതെന്ന് പറയുന്നത് സെഡിന്റെ ലിമിറ്റ് ആണ്, അപ്പൊ ഡി സെഡ്. അടുത്തത് വൈന്റെ ലിമിറ്റ് ആണ്, അപ്പൊ ഡി വൈ. ഇങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ 2 രീതിയിലുള്ളേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഇനി 4 രീതിയിലുള്ളത് ഇനി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇന്റഗ്രൽ 0 to x പ്ലസ് വൈ ഇ റൈസ് ടു എക്സ് ഡി സെഡ് ഡി വൈ ഡി എക്സ്. അപ്പൊ ഈ ഓർഡറിൽ തന്നു കഴിഞ്ഞാല് ഇവിടെ സെഡ് വേരി ചെയ്യുന്നത് 0 to x പ്ലസ് വൈ ആണ്, y വേരി ചെയ്യുന്നത് 0 to 1 മൈനസ് എക്സ് ആണ്, എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അപ്പൊ ആ ഫോമിലാണുള്ളത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആദ്യം ഉള്ളിലുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ലിമിറ്റ് ആയിട്ട് കൊടുത്തോളൂ. The given integral can be evaluated as integral x equal to 0 to x equal to 1, integral y equal to 0 to y equal to 1 minus x, integral z equal to 0 to z equal to x plus y e raised to z dz dy dx which is equal to, അപ്പൊ ആദ്യം ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സും അവിടെ ഇരുന്നോട്ടെ. ബാക്കിയുള്ളതാണ് നമ്മൾ ഇ റേസ് ടു സെഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. ഇ റേസ് ടു സെഡിന്റെ ഇന്റഗ്രേഷൻ ഇ റേസ് ടു സെഡ് തന്നെ അല്ലെ. ലിമിറ്റ് കൊടുക്കുക 0 to x പ്ലസ് വൈ dy dx. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് എക്സ് പ്ലസ് വൈ കൊടുക്കുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1, അപ്പൊ മൈനസ് 1.
dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to x plus y, പിന്നെ yന്റെ ഡെറിവേറ്റീവ് 1 തന്നെ, അപ്പൊ ഇത് e raised to x plus y തന്നെ. പിന്നെ -1ന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും? y 0 to 1 minus x dx. അപ്പൊ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 to 1. ഇവിടെ നമ്മൾ വൈക്കാണ് ലിമിറ്റ് കൊടുക്കുക കേട്ടോ. വൈക്ക് 1 minus x കൊടുത്താൽ ഇവിടെ എന്ത് വരും? എക്സും 1 minus x. അപ്പൊ ആ ഒരു -x ഇവിടുത്തെ ഒരു എക്സും കൂടെ പോയിട്ട് ബാക്കി 1 ഉള്ളൂ. അപ്പൊ e raised to 1 മൈനസ് ഇവിടെ വൈക്ക് 1 minus x കൊടുക്കുക. പിന്നെ ഇവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0 കൊടുത്താൽ വരും e raised to x plus 0, e raised to x. ഇവിടെ y 0 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെ. അപ്പൊ ഇങ്ങനെ വരും dx. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1. ക്യാൻസൽ ആക്കാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ആക്കുക. അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. e raised to 1 എന്ന് പറഞ്ഞാൽ e തന്നെ, -1 മൈനസും മൈനസും പ്ലസ് എക്സ് മൈനസ് e raised to x dx. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എക്സ് എന്ന് എഴുതാം. ഇ ഇൻറ്റു എക്സ് മൈനസ് എക്സ്, എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2, e raised to x ന്റെ ഇന്റഗ്രേഷൻ e raised to x 0 to 1. അപ്പൊ എക്സിനാണ് വാല്യൂ കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ ഇ -1 പ്ലസ് 1 ബൈ 2 മൈനസ് e raised to 1, ഇ തന്നെ വരും അല്ലെ. അപ്പൊ ഈ പിന്നെ ഇനി 0 കൂടെ കൊടുക്കുക. മൈനസ് ഇ ഇൻറ്റു 0 0, ഇവിടെ 0, ഇവിടെ 0, e raised to 0 എന്ന് പറയുന്നത് 1 കിട്ടും. പിന്നെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഇയും മൈനസ് ഇയും പോയി. 1/2 -1 എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് എവിടെയും ക്യാൻസൽ ആക്കാൻ പറ്റും നോക്കാം. ഇവിടെ -1ഉം മൈനസും കൂടെ പ്ലസ് ആയി അല്ലേ. അപ്പൊ +1ഉം ഇവിടുത്തെ -1ഉം കൂടെ പോയി. ബാക്കി എന്താ ഉള്ളത്? 1/2 മാത്രം. അപ്പൊ നമ്മൾ ആ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? 1/2 ആണ് നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ വാല്യൂ. അപ്പൊ ഇത് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പം. നമുക്കിനിയിപ്പോ റീജിയൻ ഒക്കെ തന്നിട്ടാണെങ്കിൽ എങ്ങനെയാന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d z dv where d is the region in the first octant bounded by the graphs of y equal to x, y equal to x minus 2, y equal to 1, y equal to 3, z equal to 0 and z equal to 5. അപ്പൊ ഇവിടെ വൈക്കാണ് ഇവിടെ 2 ലിമിറ്റ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എക്സിന്റെ ലിമിറ്റ് ആക്കി വേണേ മാറ്റാം. അപ്പൊ അതെങ്ങനെയാക്കാം? നമുക്ക് അതിനെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കും. ഇവിടെ എക്സ് ആണെങ്കിലോ y + 2 ആവും അല്ലെ. എക്സ് ഈക്വൽ ടു y + 2, ഇവിടെ എക്സ് ഈക്വൽ ടു y ആവും. ബാക്കി വൈക്ക് ലിമിറ്റ് ഉണ്ട്, സെഡിന് ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് ഫംഗ്ഷൻ ആയിട്ട് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എങ്ങനെ ഇട്ടാലും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹിയർ d is the region in the first octant bounded by the graphs of y equal to x, y equal to x minus 2, y equal to 1, y equal to 3, y equal to 0 and z equal to 5. Hence d is completely determined by the inequalities. ആദ്യം എക്സിന്റെ കൊടുക്കാം. എക്സ് y തൊട്ട് y + 2 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ ഏതാ വലുത്? y + 2 തന്നെ. നമ്മുടെ ഫസ്റ്റ് ഒക്ടന്റിൽ ആയതുകൊണ്ട് y + 2 തന്നെയാണ് ഇവിടെ വലുത്. ഇനി അടുത്തത് y വേരി ചെയ്യുന്നത് 1 തൊട്ട് 3 വരെ, z വേരി ചെയ്യുന്നത് 0 to 5. അപ്പൊ നമുക്ക് ലിമിറ്റ് കിട്ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ. Therefore triple integral over d
സെഡ് ഡി വി ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ സെഡിന്റെ കൊടുക്കാൻ പോവാണ്. 0 to 5, പിന്നെ വൈൻ്റെ 1 to 3, പിന്നെയാണ് നമ്മൾ എക്സിന്റെ കൊടുക്കുക y to y+2. കാരണം ഇവിടെ ഫംഗ്ഷൻ ആണല്ലോ വരുന്നത്. z dx dy dz. അപ്പൊ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to y, ഇന്റഗ്രൽ 1 to 3 zx y to y+2 dy dz. ഇപ്പൊ y+2 y കൊടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to 5, ഇന്റഗ്രൽ 1 to 3 z ഇൻറ്റു y+2 മൈനസ് y എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് അത് 2 എന്ന് കിട്ടും. dy dz. ഇനി വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to 5 2zനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ 2zy ലിമിറ്റ് 1 to 3 dz which is equal to ഇന്റഗ്രൽ 0 to y 2z, yക്ക് 3യും -1 കൊടുക്കുക. അപ്പൊ 3 - 1 എന്ന് പറയുമ്പോൾ 2 വരും dz. അപ്പൊ നമുക്ക് 4 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ 0 to 5 z dz. അപ്പൊ z ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ 4 ഇൻറ്റു z²/2 0 to 5. ഇവിടെ 2 കട്ടാക്കിയ ഒരു 2z² ഉള്ളൂ. ഇനി z-ന് 5 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5² എന്ന് പറയുമ്പോൾ 25 മൈനസ് 2 ഇൻറ്റു 0. അപ്പൊ എന്ത് കിട്ടും? 50. ഇതാണ് നമ്മുടെ. അപ്പൊ നമുക്ക് സാധാ ഇന്റഗ്രേഷൻ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഈ റീജിയൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ബൗണ്ടറീസ്, ആ ലിമിറ്റ്, ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചാലും മതി. അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.